നാളൊക്കെ മുഴുവൻ ഇങ്ങനെ വിളിച്ച് MLA വന്ന്, MP വന്ന്, മന്ത്രി വന്ന്, ജസ്റ്റിസ് വന്നു, പോലീസുകാർ വന്നു. ആൾക്കാർ പറയട്ടെ അവൻ ആരാ കല്യാണം. അപ്പം ഇനി അടുത്ത അവൻ്റെ അയൽവാസി ഒരുത്തുണ്ട്, അവൻ കോടിക്കണക്കിന് രൂപ ഇതിന്. അവൻ്റെ കല്യാണത്തിനും 2 മന്ത്രി ഉണ്ടെങ്കിൽ എൻ്റെ കല്യാണത്തിന് 4 മന്ത്രിയും 4 MP ഉണ്ടെന്ന് നാട്ടുകാർ പറയട്ടെ. ഇന്ന് നമ്മൾ ജീവിക്കണം മുഴുവൻ നാട്ടുകാർക്ക് വേണ്ടിയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, അങ്ങനെ ഇടികൂടി തല്ലുകൂടിയിട്ടേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ തെക്കൻ കേരളത്തിലൊരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആളുകളെ കുറച്ച് വിളിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ മൈലാഞ്ചിയുടെ പാടുകളുണ്ട്, മൈലാഞ്ചിയുടെ ചുവന്ന പാട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല മോനെ, എന്താണ് നിൻ്റെ വസ്ത്രത്തിൽ മൈലാഞ്ചിയുടെ അടയാളം? അത് നബിയെ, എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ. അപ്പോൾ നോക്കൂ, സഹാബത്ത് അവരുടെ ജീവിതത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാത്തൊരു കാര്യം അവർക്കില്ല. പക്ഷെ അവർ അത്രയും ലളിതമായി പലപ്പോഴും കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്ന് വെച്ച് തീരെ ലളിതമാക്കണമെന്നല്ല. നമ്മൾ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കണം, വിളിക്കേണ്ട ആളുകളെ വിളിക്കണം. പക്ഷെ അതിൻ്റെ പേരിൽ ഇങ്ങനെ കോടികൾ പൊടിച്ചിട്ട് പടച്ചോൻ്റെ അടുത്ത് സമാധാനം പറയണം. അതിന് മുസ്ലിയാരായിരുന്നാലും പറയണം, തങ്ങളായിരുന്നാലും പറയണം, നേതാവായിരുന്നാലും പറയണം, ആരായിരുന്നാലും പറയണം. ആഖിറത്തിൽ എത്തുമ്പോൾ എവിടെ നാടാ നിനക്ക് പൈസ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അത് ഇന്നടുത്ത് നിന്ന് പറ്റിച്ചുണ്ടാക്കിയതാ പടച്ചോനെ. ബിസിനസ് ചെയ്യാൻ വേണ്ടി പൈസ മേടിച്ച് അവന് ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞ് അവനെയും പറ്റിച്ച് അവനെയും വച്ചിച്ച് അങ്ങനെ ഉണ്ടാക്കി കോടിക്കണക്കിന് പൈസ. കുറേ ആളുകൾ പരാതി പറയുന്ന കാര്യമാണ്. ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞ ആളുകൾ പൈസ മേടിച്ചിട്ട് ഒരു ഹക്കുമില്ല, ബാത്തിലുമില്ല. അവൻ്റെ അടുത്ത് പറയുമ്പോൾ കച്ചവടമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്, ഇനിയിപ്പോൾ കച്ചവടത്തിനൊന്നും ലാഭമൊന്നുമില്ല, നിൻ്റെ പൈസ എങ്ങനെയൊക്കെ തിരിച്ചു തരാം. ആര് പറയണം? ഇവന് ലാഭമുണ്ട്, ഇവൻ അതുകൊണ്ട് കുറേ സ്ഥാപനങ്ങളുണ്ടാക്കി. മറ്റവൻ്റെ അടിസ്ഥാന പൈസ ഇവൻ്റെ കിടക്കുകയാണ്. ഇവൻ്റെ മക്കളെ തീറ്റിപ്പിക്കും. കുല്ലുമാ നബത്ത മിനൽ ഹറാമി വന്നാർ ഔലാ ബിഹി മുഹമ്മദ് മുസ്തഫ. ഇവൻ ഈ ഹറാം ഒക്കെ കൊടുക്കും. അവസാനം ഇങ്ങനെ വളർന്നു വന്നിട്ട് അവൻ കുടിയനാവും, അവൻ തേർഡ് റേറ്റ് റൗഡിയാവും, അവൻ LSDയുടെയും MDMൻ്റെയും ആളാവും. പിന്നെ അവന് വേണ്ടി എത്ര ദുആ ഇരുന്നാലും ഇജാബത്ത് കിട്ടൂല. കാരണം എന്താ? ഈ കുട്ടിക്ക് ഫുഡ് കൊടുത്തത് ഹറാമായ ഫുഡ്. വാപ്പ ഉണ്ടാക്കിയത് ഹറാമിൽ നിന്നുണ്ടാക്കി മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ ആ മക്കൾ ഇങ്ങോട്ട് വാടാന്ന് വിളിച്ചാൽ അവൻ അങ്ങോട്ട് പോകും. എന്താ മോനെ വെച്ചാൽ കുന്താടാ വാപ്പ എന്ന് പറയും. വാപ്പ അടുത്ത് അനുസരണ ഉണ്ടാവില്ല മക്കൾക്ക്. അതുകൊണ്ട് ഹറാം